ഹായ് ഫ്രണ്ട്സ്, കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലൊക്കെ 4 ഇയേഴ്സ് ഡിഗ്രി പ്രോഗ്രാമിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് പുരോഗമിക്കുകയാണ്. നിങ്ങളൊക്കെ അതിൻ്റെ ഭൂരിഭാഗം പേരും അതിൻ്റെ ഭാഗമായി നിൽക്കുന്നവരായിരിക്കാം. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം ഫീ പേയ്മെൻറ്റിനുള്ള ലാസ്റ്റ് ഡേറ്റ് നാളെയാണ്. നാളെ വരെയും ഫീ പേയ്മെൻറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾക്ക് ഫീ പേയ്മെൻറ്റിനുള്ള സമയം അഡ്മിഷൻ ഷെഡ്യൂളിൽ കാണുന്നുണ്ട്. ഇതിനകം തന്നെ നിങ്ങളെല്ലാവരും ഫീ അടിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സെക്കൻഡ് അലോട്ട്മെൻറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്നത് 25-നാണ്, മറ്റന്നാളാണ്. പിന്നെ 25-ന് വന്നു കഴിഞ്ഞാൽ 27 വരെ ഫീ പേയ്മെൻറ്റിനുള്ള സമയമുണ്ട്. ശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം കോളേജ് ജോയിനിങ് ആണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇതുവരെ കോളേജ് ജോയിനിങ് ആയിട്ടില്ല. BSc BCA പ്രോഗ്രാം 27-28 തീയതികൾ, BCom 30 മുതൽ 1-ാം തീയതി വരെ, പിന്നെ BA ലാംഗ്വേജസ്, BA നോൺ ലാംഗ്വേജ് ഇവയൊക്കെ 2-ാം തീയതി ജൂലൈ 2 മുതൽ 4 വരെയാണ് കോളേജ് ജോയിനിങ് കാണുന്നത്. അതൊക്കെ നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഫീസ് അടച്ചവർ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കോളേജ് മാറ്റം വന്നാലും ഇല്ലെങ്കിലും വീണ്ടും ഫീ അടക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് അഡ്മിഷൻ ഷെഡ്യൂൾ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുത്താൽ മതി. അതിൽ അഡ്മിഷൻ എടുക്കേണ്ട ടൈമൊക്കെ ഡേറ്റൊക്കെ അതിൽ കാണിക്കും, അല്ലെങ്കിൽ കോളേജിൽ നിന്ന് അറിയിക്കുകയൊക്കെ ചെയ്യും. അതുപോലെ കേരള യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നിട്ട് കേരള യൂണിവേഴ്സിറ്റി കോളേജിൽ ജോയിൻ ചെയ്യാൻ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മുതൽ തന്നെ സമയം കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് കോളേജ് ജോയിനിങ് 23 ഇന്നാണ്. അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ ഫീസ് അടച്ച് കോളേജ് ജോയിനിങ് എടുത്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. രണ്ടാം അലോട്ട്മെൻറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റി പോലെ തന്നെ മറ്റന്നാൾ 25-ാം തീയതിയാണ് കേരള യൂണിവേഴ്സിറ്റിയുടെയും രണ്ടാം അലോട്ട്മെൻറ്റ് വരുന്നത്. ഷെഡ്യൂൾ പ്രകാരമാണ് പറയുന്നത്. അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 21-ാം തീയതി. യൂണിവേഴ്സിറ്റികളെല്ലാം നേരിട്ട് പറഞ്ഞ ഡേറ്റിന് സമയത്തിന് മുന്നേ അലോട്ട്മെൻറ്റ് ഇപ്പോൾ പ്രഖ്യാപിക്കുന്നുണ്ട്. പിന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്നത് 27-ാം തീയതിയാണ് പറഞ്ഞിരിക്കുന്നത്. ഫീ പേയ്മെൻറ്റിനുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം ഫീ പേയ്മെൻറ്റിനുള്ള സമയം 25-ാം തീയതി വരെയാണ് അഡ്മിഷൻ ഷെഡ്യൂളിൽ കാണുന്നത്. അതുപോലെ ഹയർ ഓപ്ഷൻ ക്യാൻസലേഷനുള്ള സമയമുണ്ട്. അത് 24 നാളെ വരെയാണ് ഹയർ ഓപ്ഷൻ ക്യാൻസലേഷനുള്ള സമയം കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്നത് 27-നാണ്. മിക്ക യൂണിവേഴ്സിറ്റികളും അഡ്മിഷൻ അലോട്ട്മെൻറ്റ് ഷെഡ്യൂളിൽ അല്ലെങ്കിൽ 4 ഇയേഴ്സ് ഡിഗ്രി പ്രോഗ്രാമിൻ്റെ FIUGPയുടെ അഡ്മിഷൻ ഷെഡ്യൂളിൽ പറഞ്ഞതിനേക്കാൾ നേരത്തെ തന്നെ അലോട്ട്മെൻറ്റ് വരുത്തുന്നുണ്ട്. മുന്നേ കഴിഞ്ഞ വർഷം വരെ MG യൂണിവേഴ്സിറ്റി ആയിരുന്നു ഷെഡ്യൂളിൽ പറഞ്ഞതിന് മുന്നേ അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കാറ്. ഇപ്പോൾ മറ്റ് യൂണിവേഴ്സിറ്റികളും അതേപോലെ വരുന്നുണ്ട്. എന്തായാലും ഫീ പേയ്മെൻറ്റിനുള്ള സമയമൊക്കെ നമുക്ക് അതിൽ പറഞ്ഞ പ്രകാരം തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. എന്തായാലും ഡിഗ്രി അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ വിജിലൻ്റായി നിൽക്കുക. നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ, ഏത് ഓട്ടോണമസ് ആവട്ടെ കോളേജിലാണോ കൊടുത്തത്, ആ കോളേജിൻ്റെ വെബ്സൈറ്റ് അല്ലെങ്കിൽ എപ്പോഴും അതിൻ്റെ പോർട്ടൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഒരു ദിവസം ഒരു തവണയെങ്കിലും ഒരു ഈവനിങ് ചെക്ക് ചെയ്യേണ്ടതാണ്. ഒന്നിൽ കൂടുതൽ തവണയും നോക്കാം. കാരണം നമ്മുടെ ലക്ഷ്യം അതാണ്, നമുക്ക് അഡ്മിഷൻ കിട്ടുക, ഏറ്റവും ബെറ്റർ ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടുക എന്നാണ്. അതിന് വേണ്ടിയുള്ളൊരു എഫേർട്ട് കോളേജിൽ റെഗുലർ ക്ലാസ് തുടങ്ങുന്നത് വരെയും നമ്മൾ ഇപ്പോൾ തൃപ്തമല്ലാത്ത കോളേജ് കിട്ടിയവരാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടുന്നത് വരെയും ആ എഫേർട്ട് നമ്മൾ ഇട്ടുകൊണ്ടേ ഇരിക്കണം. കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ആപ്ലിക്കൻസൊക്കെ കമ്പാരിറ്റീവ്ലി കുറവായത് കൊണ്ട് തന്നെ ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എങ്കിലും അലോട്ട്മെൻറ്റ് കിട്ടി ഫീ പേയ്മെൻറ്റ് ഒരിക്കൽ ഫീസ് അടച്ചവർ പിന്നെ ഹയർ ഓപ്ഷൻ വന്നാലോ മാറിയാലോ ഒന്നും വീണ്ടും ഫീസ് അടക്കേണ്ട കാര്യമില്ല കേട്ടോ. ഒരിക്കൽ അടക്കേണ്ടതുള്ളൂ. എന്തായാലും ശ്രദ്ധിക്കുക. സെക്കൻഡ് അലോട്ട്മെൻറ്റാണ് ഇപ്പം വെയിറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. MGയും വളരെ ഫാസ്റ്റായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് തന്നെ കിട്ടട്ടെ. ഷെഡ്യൂൾ എപ്പോഴും നിങ്ങൾ സേവ് ചെയ്ത് വെക്കണം, ചെക്ക് ചെയ്യണം. അതോടൊപ്പം യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റും സന്ദർശിച്ചു കൊണ്ടേയിരിക്കണം.